യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് വേദനിച്ച ഹൃദയങ്ങളോടാണ്. ആമേൻ. അടുത്തത് സാമൂഹികമായി തള്ളപ്പെട്ടവർ, ആമേൻ, പാപികള്, ആമേൻ, ആമേൻ, നിരാശയിലായവരുമായിട്ടാണ് കർത്താവ് കൂടുതൽ ഇടപെട്ടത്. കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ നോക്കിയാൽ ആമേൻ, പാപികള്, ആമേൻ, വേശ്യമാര്, ചുങ്കക്കാര്, സമൂഹം തള്ളിക്കളഞ്ഞ എല്ലാവരും കർത്താവിൻ്റെ സ്നേഹിതരായിരുന്നു. കാരണം ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുക എന്നുള്ളത് യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനി വരാൻ പോകുന്നതല്ല, ഇത് വന്നു കഴിഞ്ഞു. ഇന്ന് ആ ശുശ്രൂഷ തൻ്റെ സഭയ്ക്ക് കർത്താവ് കൈമാറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാനാ, ഹൃദയം തകർന്നവരുടെ മുറിവുകളെ സൗഖ്യമാക്കാനാ. ആമേൻ. യേശു കർത്താവ് ആമേൻ 40 അടിപ്പിണരുകൾ നമുക്ക് വേണ്ടി ഏറ്റു. എന്തിനാ 39 അടി കൊണ്ട് അവനെ നിർത്തിയത്? ആമേൻ. നിയമപ്രകാരം 40 അടി കൊടുത്താൽ പിന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് 39 നിർത്തി. എന്നാൽ അതിൻ്റെ പിറകിലുള്ള വലിയ ദൈവിക പദ്ധതി, ഉൽപ്പത്തി മുതൽ മലാഖി വരെ 39 പുസ്തകങ്ങൾ. ഈ 39 പുസ്തകങ്ങളിലുമുള്ള സകല രോഗത്തിനും വ്യാധിക്കും ആമേൻ പരിഹാരം വരുത്തുവാൻ യേശു 39 അടികളേറ്റു. വചനം പറയുന്നു, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ രോഗങ്ങളെ യേശു വഹിച്ചെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾ അതെന്തുവാണെന്ന് എന്നോട് ചോദിച്ചേക്കാം. എനിക്ക് പറയാൻ ഒറ്റ മറുപടിയുള്ളൂ, കുഞ്ഞ്, അത് സാക്ഷാലുള്ളതല്ല, അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതാ. സാക്ഷാലുള്ള എല്ലാ രോഗവും യേശു കാൽവറിയിൽ വഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നത് ആമേൻ ആമേൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമാക്കിയാൽ ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ. പ്രൈസ് ദി ലോർഡ്.